Good morning. Hi everyone. This is Yabin Say from Evika. ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ കുറേയധികം എക്സൈറ്റിംഗ് ആയ ന്യൂസുകളും അതോടൊപ്പം റിപ്പോർട്ടുകളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതേപോലെ അടിപൊളി കാര്യങ്ങൾ ആപ്പിളിനെ പറ്റി അറിയണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. നിങ്ങൾക്ക് ഏറ്റവും വേർത്തിട്ടായ കാര്യമായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അതോടൊപ്പം ഇപ്പോൾ സ്റ്റോറീസ് ആയിക്കോട്ടെ, പുതിയ പുതിയ വാൾപേപ്പേഴ്സ് ആയിക്കോട്ടെ, എല്ലാ റീൽസും അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഏറ്റവും വേഗം അറിയാൻ പറ്റും. സോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് ദിസ് ഇസ് യബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക. ഒന്നാമത്തെ നമുക്ക് അപ്ഡേഷൻ അങ്ങ് കടന്നു ചെല്ലാം. നമുക്ക് iOS 26.3.1 എന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യേണ്ട ഈ ഒരു അപ്ഡേറ്റ് പെർട്ടിക്കുലർലി ബഗ് ഫിക്സിനും അതോടൊപ്പം കുറച്ച് പ്രൊഡക്റ്റുകൾ റിലീസ് ചെയ്യേണ്ടല്ലോ, ആ കുറച്ച് പ്രൊഡക്റ്റുകൾക്കും വേണ്ടി സപ്പോർട്ടിന് വേണ്ടിയാണ് ഈ ഒരു അപ്ഡേറ്റ് ആപ്പിൾ മോസ്റ്റ്ലി റിലീസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബേറ്റ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് iOS 26.4 പുതിയ ബേറ്റയും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ കുറച്ചധികം മാറ്റങ്ങൾ 26.4 കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ ഒരു മാറ്റം അല്ലെങ്കിൽ ഒഫീഷ്യൽ അപ്ഡേഷൻ ഈ ഒരു മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ ഒഫീഷ്യൽ റിലീസ് വരാനുള്ളതാണ് ചാൻസ് ഉള്ളത്. സോ അപ്ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ഇനി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പരമായിട്ട് വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നെക്സ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ ഈ വരുന്ന വീക്കിൽ ഒരു പുതിയ ബേറ്റയും കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് കുറച്ച് പ്രൊഡക്റ്റുകൾ ആപ്പിളിൻ്റെ ഏറ്റവും ആദ്യത്തെ ഇവൻറ്റിൽ വന്ന ലോഞ്ചിൽ വന്ന അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റുകൾ ഏതൊക്കെ നോക്കാം. ഒന്നാമത്തെ മാക്ബുക്കിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. മാക്ബുക്ക് നിയോ എന്ന് പറഞ്ഞ ഒരു എൻട്രി ലെവൽ മാക്ബുക്ക് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 69,900 രൂപയാണ് ഇന്ത്യൻ പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ഓഫർ ആണെങ്കിൽ പിന്നെ അതിൽ നിന്ന് കുറയും. സോ ഒരു 60,000 രൂപ നിങ്ങൾക്ക് വെക്കാം. 60,000 രൂപക്ക് ഒരു മാക്ബുക്ക് A18 Pro ചിപ്സെറ്റ് വെച്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഞാനൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ മാത്രമാണ് റെക്കമെൻഡ് ചെയ്യുക. അല്ല നിങ്ങളൊരു പ്രോപ്പർ വീഡിയോഗ്രാഫറോ അല്ലെങ്കിൽ ഒരു എഡിറ്ററോ അങ്ങനെ വല്ലതും ആണെങ്കിൽ ഈ ഒരു ഡിവൈസ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അത് കേപ്പബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെയാണ്, പക്ഷേ ഫോർ എ ലോങ്ങർ ടേം ഈ ഒരു ഡിവൈസ് വല്ലാണ്ട് ഡ്രാഗ് ആവും. കാരണം ഈ ഒരു ഡിവൈസ് പെർട്ടിക്കുലർലി ഉണ്ടാക്കിയിരിക്കുന്നത് കോളേജ് സ്റ്റുഡൻസിന് അവരുടെ പ്രൊജക്റ്റുകൾ, അവരുടെ അസൈൻമെൻറ്റ്, PPT എന്നീ പറഞ്ഞ കാര്യങ്ങൾ തീർക്കാനും എക്കോസിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യാനുള്ളൊരു പോയിൻ്റായിട്ടാണ്. ഇപ്പോൾ ഐഫോണൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. ഐഫോൺ എടുക്കുന്ന ഫൂട്ടേജ് അല്ലെങ്കിൽ ഐഫോൺ എടുക്കുന്ന വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ എന്താ പറയുക PPT, അവരുടെ സെയിൽസിൻ്റെ കാര്യങ്ങൾ, അതോടൊപ്പം പവർ പോയിൻ്റ് ബാക്കി കാര്യങ്ങൾ, ഇതെല്ലാം പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാനും ടെക്സ്റ്റ് കോപ്പി ചെയ്യാനും എടുക്കുന്ന ഫോട്ടോസ് അപ്പം തന്നെ എയർ ഡ്രോപ്പ് ചെയ്യാനും ഈ പറഞ്ഞ എക്കോസിസ്റ്റം കംപ്ലീറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു പാർട്ട്ണറാണ് മാക്ബുക്ക് നിയോ എന്ന് പറയുന്നത്. അല്ല നിങ്ങളൊരു ഫോട്ടോഗ്രാഫറാണ്, കളർ ഗ്രേഡിങ് ചെയ്യണം, ഇല്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് sRGB ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു കളർ ക്വാണ്ടിറ്റി, കളർ ടോണൊന്നും കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനും ഈ ഒരു പ്രൊഡക്റ്റ് വലിയൊരു ഹൈലൈറ്റഡ് പ്രൊഡക്റ്റായിട്ട് വരില്ല എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു 70,000 രൂപ, ഇപ്പോൾ 69,900 ഒറിജിനൽ പ്രൈസ് ഈ പറഞ്ഞ മാക്ബുക്ക് നിയോന് വരുന്നത്. സെയിൽസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ M2 എയറിനൊക്കെ പിന്നെയും പ്രൈസ് കുറയാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ M1 എയർ, M2 എയർ, M3 എയറിനൊക്കെ പ്രൈസ് കുറയും. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഈ പറഞ്ഞ 70,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിയില്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. മാക്ബുക്ക് നിയോ ചീത്തയെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പെർട്ടിക്കുലർ നീഷാണെങ്കിൽ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിരിക്കില്ല. അതാണ് എൻട്രി ലെവൽ മാക്ബുക്കിൻ്റെ ഒരു കാര്യം. അടുത്തത് മാക്ബുക്ക് പ്രോ സീരീസും എയർ സീരീസും. M5 എയർ റിലീസ് ആയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ പ്രൈസ് ആപ്പിൾ കൂട്ടിയിട്ടുണ്ട്. $10.99 ഇപ്പോൾ മാക്ബുക്കിൻ്റെ M5 എയറിൻ്റെ എൻട്രി പ്രൈസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ പ്രൈസ് വരുമ്പോൾ ഏകദേശം 1.25 ലക്ഷം രൂപ ഒക്കെ അടുത്ത് വരും, അല്ലെങ്കിൽ 1 ലക്ഷത്തിൻ്റെ എബോ വരും M5 എയറിന് മാത്രം. M5 പ്രോ സീരീസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. M5 പ്രോയും റിലീസായി, M5 മാക്സും റിലീസായി. ഈ പറഞ്ഞ 2 ചിപ്സെറ്റിൻ്റെ പ്രൊഡക്റ്റുകളും ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന സയൻറ്റിസ്റ്റുമാർ, ഡാറ്റ അനലിസ്റ്റുമാർ, ആർക്കിടെക്ചേഴ്സ്, അതോടൊപ്പം ഹാർഡ് കോർ ആയിട്ടുള്ള ഗ്രാഫിക്സ് യൂസ് ചെയ്യുന്ന ഈ പറഞ്ഞ വീഡിയോ എഡിറ്റേഴ്സ്, മോഷൻ എഡിറ്റേഴ്സ്, LLM അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡലിൽ വർക്ക് ചെയ്യുന്ന AI ഒക്കെ യൂസ് ചെയ്യുന്ന കമ്പനീസില്ലേ, അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഡിവൈസ് ആപ്പിൾ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡിവൈസ് എടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, പക്ഷെ എൻ്റെ യൂസേജ് ഇല്ലെങ്കിൽ അത്രയും ക്യാഷ് നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട.
അടുത്തൊരു കാര്യം, M5 Ultra എന്നുള്ള പുതിയ ചിപ്സെറ്റ് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട് എന്നൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിലും അത്യാവശ്യം നല്ല രീതിക്കുള്ള ഈ പറയുന്ന എന്താ പറയുക ഡാറ്റ സെർവേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഇത് കണ്ടപ്പോൾ മാക്ബുക്ക് നിയോൻ്റെ ഒരു വീഡിയോ നമ്മുടെ ട്രെയിലർ കണ്ടപ്പോൾ അതിലൊരു പോർഷൻ എനിക്ക് വല്ലാണ്ട് സ്ട്രൈക്കായി. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഇത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്, ടച്ച് ചെയ്ത് സ്വൈപ്പ് ചെയ്താൽ പോകുന്നത്. വിച്ച് മീൻസ് Apple is gonna release a touch screen MacBook, isn't it? എനിക്ക് തോന്നിയതാണ്, കാരണം അങ്ങനെ കൊണ്ടുവരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഈ ഒരു മാക്ബുക്കിനെ റെസംബ്ലൻസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഐഫോൺ സീരീസിലെ ആ ഒരു സേജ് കളർ ആപ്പിൾ കൊണ്ടുവന്നത്. എല്ലാ കാര്യങ്ങളും ആപ്പിൾ ഇതേപോലെ ക്ലിയർ കട്ടായിട്ടുള്ള പ്ലാനിങ്ങിൽ ചെയ്യുന്നുണ്ട്. സോ ഫോർകാസ്റ്റിംഗ് ആപ്പിളിന് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ഈ ഒരു സീനിൽ എനിക്ക് ഫീൽ ചെയ്ത് ടച്ച് സ്ക്രീനിൻ്റെ മാക്ബുക്ക് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. നോക്കി വെച്ചോ, ഈ ഒരു കൊല്ലം മേ ബി ആപ്പിളിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ മാക്ബുക്ക് പ്രോയും നമുക്ക് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ആപ്പിളിനെ കുറച്ച് ഡിസ്പ്ലേ കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ സ്റ്റുഡിയോ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് 27 ഇഞ്ചിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഡിസ്പ്ലേ. നമുക്ക് ഏകദേശം ഒരു 1.80 നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ലഭിക്കും. പക്ഷെ അടുത്തത് ഒരു സ്റ്റുഡിയോ ഡിസ്പ്ലേ XDR എന്ന് പറഞ്ഞ മോഡലാണ്. പണ്ട് ഒരു പ്രോ ഡിസ്പ്ലേ XDR ഉണ്ടായിരുന്നു, ബാക്കിൽ നിറച്ച് ഹോൾസ് ഒക്കെ ഉണ്ടായിട്ട് ഒരുമാതിരി എന്താ പറയുക, ചിലർക്ക് ഫോബി അടിക്കും ആ സാധനം കാണുമ്പോൾ, അത്ര ഹോൾസ് കാണുമ്പോൾ. പക്ഷേ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആപ്പിൾ സ്റ്റുഡിയോ ഡിസ്പ്ലേ XDR കൊണ്ടുവന്നപ്പോൾ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഒന്നാമത്തത് അതൊരു 32 ഇഞ്ച് ഡിസ്പ്ലേ ആയിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ ഈ രണ്ട് ഡിസ്പ്ലേയും സ്റ്റാൻഡേർഡായിട്ട് അവർ 27 ഇഞ്ചിലേക്ക് ചെറുതാക്കിയിട്ടുണ്ട്. സോ ഒരു ബിഗ്ഗർ സൈസ്, ഒരു 32 ഇഞ്ചിൻ്റെ ഒരു സൈസ് ഡിസ്പ്ലേ ഇനി ആപ്പിൾ തരില്ല. അതോടൊപ്പം ഈ ഒരു ഡിസ്പ്ലേയിലേക്ക് വന്നപ്പോൾ $999 വിറ്റിരുന്ന പ്രോ സ്റ്റാൻഡ് ആപ്പിൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏകദേശം ഒരു 3.25 ലക്ഷം 3.5 ലക്ഷം രൂപ വരും ഈ ഒരു സ്റ്റുഡിയോ ഡിസ്പ്ലേ XDR എന്ന് പറഞ്ഞ മോണിറ്റർ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ. സോ അത്രമാത്രം കളർ ഗ്രേഡിങ്ങും ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഡിവൈസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല മാർക്കറ്റിൽ ലഭിക്കുന്ന കുറേയധികം മോണിറ്റേഴ്സ് ഉണ്ട്. സോർട്ട് ഔട്ട് ചെയ്തിട്ട് മാക്കിന് കളർ ഗ്രേഡിങ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മാക്കിൻ്റെ ആ സെയിം കളർ ക്വാണ്ടിറ്റി നമുക്ക് സിങ്ക് ചെയ്യാൻ പറ്റുന്ന കുറേയധികം മോണിറ്റേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ ഒരു മോണിറ്റേഴ്സ് നോക്കാൻ പറ്റും. ഇനി ഐഫോൺ സീരീസിലേക്ക് നോക്കാം. ഐഫോൺ സീരീസിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കൊല്ലം പഴി പറഞ്ഞ iPhone 16e ഫാർ ബെറ്റർ ആയിട്ട് iPhone 17e ആപ്പിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോഴും നമുക്ക് നോച്ച് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി, കമ്മ്യൂണിക്കേഷൻ സർവീസ് ആൻഡ് മാക്സേഫ് ആപ്പിൾ ഈ 3 കാര്യം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. സോ 16 സീരീസിൽ വെച്ച് നോക്കുമ്പോൾ 17 സീരീസിലെ എന്ന മോഡൽ കുറച്ചും കൂടെ ആ ഒരു ബഡ്ജറ്റിന് വേർത്തിട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൈലി റെക്കമെൻഡ് ആയിട്ട് വരുന്നത് 17 സീരീസ് ആണ്. 17 സീരീസിൽ 17 ബേസ് മോഡലിൽ നമ്മുടെ നോർമൽ 17 പ്രോസ് അല്ല, സോ നോർമൽ 17 അതാണ് ഹൈലി റെക്കമെൻഡ് ആയിട്ട് ഞാൻ പറയുന്നത്. ഈ ഒരു ഡിവൈസിൻ്റെ കൂടെ തന്നെ 17 സീരീസിന് പുതിയ 3 ആപ്പിളിൻ്റെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള കേസും റിലീസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഗുവാവ, 2 സിൽവർ, 3ാമത്തെ ലാവൻഡർ. ഇങ്ങനെ 3 കളറുള്ള കേസും ആപ്പിൾ ഒഫീഷ്യലി റിലീസ് ചെയ്യേണ്ട സിൽക്കൺ സീരീസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്പ് സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അടുത്തൊരു സന്തോഷ വാർത്ത, F1 എന്ന് പറഞ്ഞ സീരീസ്. ഞാൻ F1 ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് പേഴ്സണലി F1 ഇഷ്ടമാണെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. F1 ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ആപ്പിൾ TV ഇനി മുതൽ സ്ട്രീം ചെയ്യാം. പക്ഷേ അതിനെക്കാട്ടും വലിയ സന്തോഷ വാർത്ത, ഇത് US മാത്രമേ ഉള്ളൂ. വേറെ ഒരു സ്റ്റേറ്റിലും ഈ പറഞ്ഞ അല്ലെങ്കിൽ ഒരു നേഷനിലും ഈ ഒരു ആപ്പിൾ TV നിങ്ങൾക്ക് F1 അവൈലബിൾ ആവില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു F1 4K ഡോൾബി അറ്റ്മോസിലും അതോടൊപ്പം ഡോൾബിയുടെ ക്വാളിറ്റിയിലും നിങ്ങൾ കംപ്ലീറ്റ് റേസും പ്രാക്ടീസ് സെഷനും ക്വാളിഫയേഴ്സും കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ VPN ഉപയോഗിച്ചൊന്നും കാണാൻ പറ്റില്ല, ഞാനത് നോക്കിയതാണ്. അതുകൊണ്ട് അമേരിക്കയിലെല്ലാവരും കൂട്ടരുണ്ടെങ്കിൽ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് എങ്ങനെ ചോദിച്ചു പോവുക. കാരണം ഇമേഴ്സീവ് എക്സ്പീരിയൻസും 4 വ്യൂ വരെ ഈ പറയുന്ന ആപ്പിൾ TV ലഭിക്കും എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. സോ അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. എത്രയും വേഗം ഈ നമ്മുടെ FIAയും അതോടൊപ്പം ആപ്പിളും എല്ലാവരും കറക്റ്റായിട്ട് കണക്ട് ചെയ്താൽ ലോകത്തെ എല്ലാ സ്ഥലത്തും സ്ട്രീം ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാറ്റ്ഫോമായിട്ട് ആപ്പിൾ TV വരാൻ പറ്റും. അതോടൊപ്പം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ പുതുതായിട്ട് വരുന്ന പുതിയ റിപ്പോർട്ട്സും അതോടൊപ്പം അതിൻ്റെ അനലിറ്റിക്സും പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം തൊട്ട് അത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലെ ആപ്പിൾ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കൊല്ലം
1 million സബ്സ്ക്രൈബേഴ്സ്. അതൊരു വലിയ അക്കമാണ്, പക്ഷേ നിങ്ങളെ കൊണ്ട് അതെനിക്ക് സാധിച്ചു തരാൻ പറ്റും. സോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ റീൽസ് ആയിട്ടും സ്റ്റോറീസ് ആയിട്ടും വാൾപേപ്പേഴ്സ് ആയിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് എബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.